ദിലീപിന്റെ അറസ്റ്റിന് തൊട്ടുപിന്നാലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങളാണ് കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലുമുള്ളത്. 2013 ഏപ്രിലാണ് നടിയെ ആക്രമിക്കുന്നതിന് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകുന്നത്. അമ്മയുടെ സ്റ്റേജ് ഷോ റിഹേഴ്സലിനിടെയാണ് നടിയും ദിലീപും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. മറ്റ് നടീനടന്മാർക്ക് മുന്നിൽ വെച്ച് ദിലീപ് നടിയോട് പൊട്ടിത്തെറിച്ചു. കൊച്ചി MG റോഡിലെ അബാദ് പ്ലാസ ഹോട്ടലിലെ 410 നമ്പർ മുറിയിലാണ് കേസിന്റെ ആദ്യ ഗൂഢാലോചന നടക്കുന്നത്. 2013 മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെ ഹോട്ടലിൽ തങ്ങിയ ദിലീപ് ഇതിലൊരു ദിവസം രാത്രി 7-നും 8-നും ഇടയിൽ പൾസർ സുനിയുമായി മുറിയിൽ കൂടിക്കാഴ്ച നടത്തി. അന്നാണ് നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ എടുക്കണമെന്നും ഇത് വ്യാജ ദൃശ്യങ്ങളല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ദിലീപ് പൾസറിന് നിർദ്ദേശം നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഇതിനുശേഷം കഴിഞ്ഞ നവംബറിൽ ദിലീപ് ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് രണ്ടാം വട്ട ഗൂഢാലോചന നടക്കുന്നത്. നവംബർ 8-ന് തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിലും 13-ന് തൃശൂർ ടെന്നീസ് ക്ലബിലും 14-ന് തൊടുപുഴ ശാന്തിഗിരി കോളേജിൽ വെച്ചും പൾസർ സുനിയും ദിലീപും തമ്മിൽ കണ്ടുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. കേസിലെ പൾസർ സുനിയുടെ കുറ്റസമ്മത മൊഴിയിൽ നടിയെ ആക്രമിക്കുന്നതിന് 1 വർഷം മുൻപ് താൻ ദിലീപിനെ കാണാനായി തൃശൂരിലെ ജോയ്സ് പാലസ് ഹോട്ടലിലെത്തിയതായി പറയുന്നുണ്ട്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ഫോണിൽ വിളിച്ച ശേഷമാണ് പൾസർ സുനി ബൈക്കിൽ തൃശൂരിലെത്തിയത്. ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ രജിസ്റ്ററിൽ തന്റെ പേരും ഫോൺ നമ്പരും അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സുനി മൊഴി നൽകിയിട്ടുണ്ട്. ഇവിടെ ദിലീപിന്റെ BMW കാറിനുള്ളിൽ വെച്ച് ഇരുവരും സംസാരിച്ചു. കൊട്ടേഷൻ അഡ്വാൻസായി 10,000 രൂപ ദിലീപ് നൽകിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപിനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാകും ഇതടക്കമുള്ള കൂടുതൽ തെളിവുകളുടെ ശേഖരണം ഉണ്ടാകുക. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.